ഹലോ ഗായ്സ്, ഗുട്ടൻ ടാഗ്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പോകുന്ന ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ആണ് കാണാൻ പോകുന്നത്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയും കൂടി പുതിയതായിട്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. രാവിലെ അവളുടെ അപ്പനൊക്കെ വിളിച്ച് ഇങ്ങനെ എവിടെ നിന്നാണ് കയറണേ അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. സോ നമ്മൾ കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ എഴുന്നേറ്റ്, പക്ഷേ വൈകിപ്പോയി. അങ്ങനെ ചടപടയെന്ന് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ കയറിയതല്ല അവൾ. കാരണം ഞാനങ്ങനെ ആരോടും പറഞ്ഞില്ലായിരുന്നു. ആള് ജർമ്മനാണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ നമ്മളെങ്ങനെയാണ്, നമുക്കിപ്പോൾ ഒരു സാധനം ഓക്കെ ആണെങ്കിൽ പോലും മറ്റൊരാൾക്ക് ഓക്കെ ആകണമെന്നില്ലല്ലോ. അപ്പോൾ അയാൾ ചൂസ് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മളായിട്ട് അടിച്ചേൽപ്പിക്കുവാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അത് പിന്നെ വേറൊരു സീനാവും. അതുകൊണ്ട് നമ്മളായിട്ടൊന്നും പറഞ്ഞില്ല. ആൾ തന്നെ ചൂസ് ചെയ്തെടുത്ത് വന്നതാണ്. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഇന്ന് ട്രെയിൻ ഇച്ചിരി നേരത്തെ ആയിരുന്നു. അതുകൊണ്ട് അവളെ കൊണ്ട് ഓടേണ്ട വന്നില്ല. നൈസായിട്ട് നടന്നാണ് പോയത്. ക്ലാസ്സിലെത്തിയപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ ആയിട്ടാണ് ഇരുന്നത്. അവൾക്കും കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഒന്നും മനസ്സിലായില്ല. ആദ്യമേ സാർ എന്തൊക്കെയോ സംസാരിച്ചു എന്ന് പറഞ്ഞു. ഓറിയൻറ്റേഷൻ ക്ലാസ് ആയിരുന്നു അവർക്കിന്ന്. ഞങ്ങൾക്ക് 1 മണിക്ക് ക്ലാസ് കഴിഞ്ഞു. പക്ഷേ അവരുടെ ഓറിയൻറ്റേഷൻ ക്ലാസ് ലേറ്റായിട്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു. പിന്നെ 1 മണിയായപ്പോൾ കഴിഞ്ഞ് ഞാൻ 4 മണിയുടെ ട്രെയിനാണ് പോകാൻ ഇരിക്കുന്നത്. കാരണം വേറെ ബസ്സൊക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് നടന്ന് ചെല്ലുമ്പോഴത്തേനും വാടിക്കരിഞ്ഞൊരു സമയം. രണ്ടുപേരൊന്നും കഴിച്ചില്ല. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് പിന്നെയാണ് അവരോട് പറഞ്ഞിട്ട് അവളെ ഒന്ന് ക്ലാസ്സിൽ നിന്ന് ഇറക്കിയത്. തന്നെയല്ല, രണ്ടുപേരൊന്നും കഴിച്ചില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കടയിൽ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു. പിന്നെ കടയിൽ കയറി ഞങ്ങളൊരു മീറ്റ് റോൾ ഓർഡർ ചെയ്തു. അതും കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ എന്തായാലും നല്ല ഡിലേ ആണ്. നല്ല പോസ്റ്റ് കിട്ടി ഇന്ന്. ബുധനാഴ്ച ട്രെയിൻ ഇല്ലെന്ന് അറിയാം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റെഗുലറായിട്ട് പോകുന്ന ട്രെയിൻ ഇല്ല. അതുകൊണ്ട് തന്നെ 4 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. നല്ല പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പട്ടി പോസ്റ്റ് കിട്ടി. ആളെ സീസൺ ടിക്കറ്റ് എടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്താണ് കയറിയത്. പിന്നെ ട്രെയിൻ വളരെ ഒരു ചെറിയ ട്രെയിനാണ്. അതുകൊണ്ട് ഞങ്ങൾ എത്ര നേരത്തെ ചെന്ന് ഓടി നിന്നാലും വീണ്ടും ഓടേണ്ട അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കിട്ടാൻ. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബസ് വന്നു. ഞാൻ ബസ്സിൽ കയറി നേരെ വീട്ടിലേക്ക് പോയി പടവായി ചോറുണ്ട് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞല്ല, ഒരു 6 മണി 6:30 ആയപ്പോഴാണ് എഴുന്നേറ്റ് വന്നപ്പോഴും എനിക്ക് വലിയ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചായ കുടിച്ചു. പിന്നെ പോയി കുളിക്കാനുള്ള പ്രിപ്പറേഷൻസിലായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീടിൻ്റെ ഒരു മരത്തേൽ ഒരു മുശുക്ക് പിടിച്ച ഒരു പന്നക്കോഴി. ആ കോഴിയാണെങ്കിൽ എന്നെ കൊത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും അത് കിടന്ന് കാറാൻ തുടങ്ങും. അത് ആ മേളിൽ കയറി ഇരിക്കണം. അതെന്ത് ചെയ്ത് ഇറങ്ങിപ്പോകണില്ല. ഞങ്ങളുടെ കോഴിയല്ല, എന്നാലും ഞങ്ങൾ കൂട്ടിക്കയറ്റാനൊക്കെ നോക്കി. പക്ഷെ അത് കൂട്ടിക്കയറുന്നില്ല. അതെന്നും അവിടെയാണ് കിടന്നുറങ്ങണത്. എന്തിൻ്റെ പ്രാന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതെന്നും അവിടെ ഇരിക്കണം. പിന്നെ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പഠിക്കാൻ ഒരുപാടുണ്ടായിരുന്നു. പഠിക്കാനും നോട്ട് എഴുതാനുണ്ടായിരുന്നു. ഞാൻ 20 വെർബ് വെച്ചൊക്കെ പഠിക്കണം എന്ന് ഓർത്ത. പക്ഷേ ക്ലാസ്സിലെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടാറില്ല. വേണമെങ്കിൽ സമയം ഉണ്ടാക്കി പഠിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഒത്തിരി ഇരുന്ന് എല്ലാം കൂടി വലിച്ചു വാരി പഠിച്ചാൽ അതും ഓർമ്മയില്ല ഇതും ഓർമ്മയില്ലാണ്ട് അവസാനം ഇരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യത്തിനുള്ളതൊക്കെ പഠിക്കാറുള്ളൂ. ക്ലാസ്സിൽ നിന്ന് തന്നെ വിട്ടണൊക്കെ അത്യാവശ്യം മാക്സിമം ചെയ്തിട്ട് പോവും, അല്ലെങ്കിൽ എഴുതി പഠിച്ചിട്ട് പോവും ഒക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ വീട്ടിൽ ഇരുന്ന് ഞാൻ കാര്യമായിട്ട് പഠിക്കുന്നതിൻ്റെ കാരണം ഗ്രാമറാണ്. അത് ട്രെയിനിൽ ഇരുന്ന് പഠിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഒന്നാമത്തെ കാര്യം പെട്ടെന്ന് പഠിക്കുന്നതുകൊണ്ട് കുറച്ച് എനിക്ക് മനസ്സിലാക്കി പഠിക്കാൻ ടൈം വേണം. അതുകൊണ്ട് വീട്ടിൽ ഇരുന്നാണ് ഞാൻ പഠിക്കുന്നത്. ഒരു 1.5 മണിക്കൂർ കഷ്ടിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വിശക്കാൻ തുടങ്ങി. ഞാൻ പോയി കഴിച്ചു, ഉറങ്ങി.